ഹലോ ഓൾ, ഈ വീഡിയോ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ത്രെഡ്സിനെ പറ്റിയാണ്. ഓക്കെ, ത്രെഡ്സ് നമുക്ക് ഫോർത്ത് മോഡിനകത്ത് പഠിക്കാനുള്ള പോർഷനാണ്. ഓക്കെ, ഈ ത്രെഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റേറ്റ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത്, ആ പ്രോസസ്സിൻ്റെ ഒരു സ്മോളസ്റ്റ് യൂണിറ്റാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ത്രെഡ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന ത്രെഡ്സ് ആണ്, നമ്മൾ യൂസർ ത്രെഡ്സ് എന്ന് പറയും. ഇനി സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള പ്രോസസ്സുകൾ ചെയ്യാനായിട്ടുള്ള ത്രെഡ്സിനെ നമുക്ക്, അല്ലെങ്കിൽ സർവീസസ് ചെയ്യാനുള്ള ത്രെഡ്സിന് നമ്മൾ ഡീമൺ ത്രെഡ്സ് എന്ന് പറയാം. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഓഫ് ത്രെഡ്സ് ആണ് ഉള്ളത്. ഇനി നമ്മുടെ ജാവയിനകത്ത് ഒരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡ്സ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ബൈ എക്സ്റ്റെൻഡിങ് ദി ത്രെഡ് ക്ലാസ്, രണ്ടെന്ന് പറയുന്നത് ബൈ ഇംപ്ലിമെൻറ്റിംഗ് ദി റണ്ണബിൾ ഇൻ്റർഫേസസ്. ഇപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ത്രെഡ് ക്ലാസ് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു പുതിയൊരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു കൺസ്ട്രക്ടർ ആയിരിക്കും മെയിൻലി യൂസ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ ഒരു റണ്ണബിൾ ഇൻ്റർഫേസ് വെച്ചാണ് നമ്മുടെ ക്ലാസ് ഇംപ്ലിമെൻറ്റ് ചെയ്തതെങ്കിൽ അത് വെച്ചൊരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു കൺസ്ട്രക്ടർ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഈ റണ്ണബിൾ ഇൻ്റർഫേസ് ഇംപ്ലിമെൻറ്റ് ചെയ്തതിൻ്റെ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്ത് കൊടുക്കും, പാസ് ചെയ്ത് കൊടുക്കും. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഈ രണ്ട് കൺസ്ട്രക്ടേഴ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ച് വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് എങ്ങനെയാണ് ഒരു ത്രെഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ത്രെഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ന്യൂ ബോൺ സ്റ്റേറ്റിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ടി എന്ന് പറയുന്നതാണ് ആ ത്രെഡിൻ്റെ റെഫറൻസ് വേരിയബിൾ എങ്കിൽ ടി ഡോട്ട് സ്റ്റാർട്ട് വിളിക്കുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു പുതിയ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ത്രെഡിനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഒരു കോൾ സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, കോൾ സ്റ്റാക്ക് ഫ്രെയിം നിങ്ങൾക്ക് അറിയാം, പുതിയൊരു മെത്തേഡ് നമ്മൾ വിളിക്കുമ്പോൾ ആ ഒരു സ്റ്റാക്കിനകത്ത് വരുന്ന എൻട്രിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോൾ സ്റ്റാക്ക് എന്ന് പറയാം. അപ്പോൾ പുതിയൊരു കോൾ സ്റ്റാക്ക് ഫ്രെയിം വരും. പിന്നെ അത് ന്യൂ ബോൺ സ്റ്റേറ്റിൽ നിന്ന് ആ ത്രെഡ് എങ്ങോട്ട് മൂവ് ചെയ്യും, റണ്ണബിൾ സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് റൺ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്, അതിനകത്താണ് നമ്മൾ ഈ ത്രെഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പം എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഈ റണ്ണബിൾ സ്റ്റേറ്റ് ഇരിക്കുന്നത് എപ്പോഴാണോ നമ്മുടെ CPU ഫ്രീ ആവുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റണ്ണിങ് സ്റ്റേറ്റിലോട്ട് മാറ്റിയിട്ട് ആ റണ്ണിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് ഈ സ്റ്റേറ്റ്സ് പറഞ്ഞിട്ട് പിന്നെ ഈ പ്രോഗ്രാമിലോട്ട് തിരിച്ച് വരാം. ഓക്കെ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ത്രെഡിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ത്രെഡിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു ന്യൂ ബോൺ സ്റ്റേറ്റിലായിരിക്കും. പിന്നെ അതിനകത്ത് ആ ഒരു ത്രെഡ് ഡോട്ട് സ്റ്റാർട്ട് വിളിക്കുമ്പോൾ അത് നേരെ റണ്ണബിൾ അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റേറ്റിലോട്ട് പോകും. ഓക്കെ, റണ്ണബിൾ എന്ന് പറഞ്ഞാൽ റൺ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്ന സ്റ്റേറ്റ് ആണ്. റണ്ണിങ് എന്ന് വെച്ചാൽ CPU ഫ്രീ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇതിനെ എടുത്തിട്ട് ഈ റൺ എന്ന് പറയുന്ന മെത്തേഡിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് നമ്മൾ റണ്ണിങ് സ്റ്റേറ്റ് എന്ന് പറയും. ഇപ്പം ന്യൂ ബോണിൽ നിന്ന് സ്റ്റാർട്ട് വിളിക്കുമ്പോൾ ഒന്നുകിൽ റണ്ണബിളിലോട്ട് പോകും അല്ലെങ്കിൽ റണ്ണിങ്ങിലോട്ട് പോകും. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് വല്ല സസ്പെൻഡോ സ്ലീപ്പോ വെയിറ്റോ വല്ലതും വിളിക്കുകയാണെങ്കിൽ അത് റണ്ണബിൾ അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റേറ്റിൽ നേരെ എങ്ങനത്തെ സ്റ്റേറ്റിലോട്ട് പോകും, ബ്ലോക്ക്ഡ് അല്ലെങ്കിൽ വെയിറ്റ് സ്റ്റേറ്റിലോട്ട് പോകും. ഓക്കെ, ഇപ്പോൾ സസ്പെൻഡ് ആണ് വിളിക്കുന്നതെങ്കിൽ റെസ്യൂം തിരിച്ച് കിട്ടിയാൽ അതിന് തിരിച്ച് റണ്ണബിൾ സ്റ്റേറ്റിലോട്ട് കയറാൻ പറ്റും. ഇപ്പോൾ സ്ലീപ്പാണ് വിളിക്കുന്നതെങ്കിൽ സ്ലീപ്പിനകത്ത് നമ്മൾ ഇത്ര ടൈം എന്ന് പറഞ്ഞു കൊടുക്കും, ആ ടൈം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അത് റണ്ണബിൾ അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റേറ്റിലോട്ട് പോകും. ഓക്കെ, അടുത്ത വെയിറ്റ് ആണെങ്കിൽ ഇത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രോഗ്രാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നോട്ടിഫൈ അല്ലെങ്കിൽ നോട്ടിഫൈ ഓൾ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരുമ്പോഴേ അത് എന്ത് ചെയ്യത്തുള്ളൂ, ഈ ഒരു ബ്ലോക്ക്ഡ് അല്ലെങ്കിൽ വെയിറ്റിംഗ് സ്റ്റേറ്റിൽ നിന്ന് റണ്ണബിൾ അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റേറ്റിലോട്ട് വരത്തുള്ളൂ. ഓക്കെ, ഇനി ഇത് ന്യൂ ബോൺ അല്ലെങ്കിൽ ഈ റണ്ണിങ് അല്ലെങ്കിൽ റണ്ണബിൾ അല്ലെങ്കിൽ ബ്ലോക്ക് സ്റ്റേറ്റിനകത്ത് നമ്മൾ സ്റ്റോപ്പ് എന്നുള്ള ഒരു മെത്തേഡ് വിളിച്ചു കഴിഞ്ഞാൽ അത് നേരെ ഡെഡ് സ്റ്റേറ്റിലോട്ടായിരിക്കും പോകുന്നത് അല്ലെങ്കിൽ ടെർമിനേറ്റഡ് സ്റ്റേറ്റിലോട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കുറേ ഫങ്ഷൻസ് ഒക്കെ പുതിയ ജാവ വന്നപ്പോൾ കുറേ മെത്തേഡ്സ് ഒക്കെ എന്താണ് ഡെപ്രിഷിയേറ്റ് ചെയ്തതാണ്, അതാണ് ഈ സ്റ്റാർ വെച്ച് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ജാവയുടെ ത്രെഡിൻ്റെ ലൈഫ് സൈക്കിൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ആദ്യം അത് ന്യൂ ബോൺ സ്റ്റേറ്റിലാണ് വരുന്നത്, പിന്നെ സ്റ്റാർട്ട് വിളിക്കുമ്പോൾ അത് റണ്ണിങ് അല്ലെങ്കിൽ റണ്ണബിൾ സ്റ്റേറ്റിലോട്ട് പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് സസ്പെൻഡ് സ്ലീപ്പ് അല്ലെങ്കിൽ വെയിറ്റ് വിളിച്ചു കഴിഞ്ഞാൽ ബ്ലോക്ക് അല്ലെങ്കിൽ വെയിറ്റ് സ്റ്റേറ്റിലോട്ട് പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോട്ടിഫൈ ഓൾ റെസ്യൂം അല്ലെങ്കിൽ സ്ലീപ്പിൻ്റെ കേസിലാണെങ്കിൽ ടൈം കഴിയുമ്പോൾ നേരെ തിരിച്ച് റണ്ണബിൾ അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റേറ്റിലോട്ട് വരും. പിന്നെ ഈ 3 സ്റ്റേറ്റിൽ നിന്ന് സ്റ്റോപ്പ് എന്നുള്ള മെത്തേഡ് വിളിച്ചു കഴിഞ്ഞാൽ നേരെ ഡെഡ് സ്റ്റേറ്റിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. നമുക്ക് ത്രെഡിൻ്റെ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ന്യൂ ബോൺ സ്റ്റേറ്റ് ഉണ്ട്, റണ്ണബിൾ സ്റ്റേറ്റ് ഉണ്ട്, റണ്ണിങ് സ്റ്റേറ്റ് ഉണ്ട്, ബ്ലോക്ക്ഡ് അല്ലെങ്കിൽ വെയിറ്റ് സ്റ്റേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡെഡ് അല്ലെങ്കിൽ ടെർമിനേഷൻ സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്സ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. പിന്നെ ത്രെഡ് ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് സ്റ്റാർട്ട് എന്ന് പറയുന്ന മെത്തേഡ്.
പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റണ്ണബിൾ അല്ലെങ്കിൽ റണ്ണിങ്ങിലോട്ട് വരും. ഇനി റണ്ണിങ്ങിൽ ഇരിക്കുന്ന സ്റ്റേറ്റിനെ തിരിച്ച് റണ്ണബിളിലോട്ട് കൊണ്ടുവരാൻ നമുക്ക് yield എന്ന് പറഞ്ഞൊരു മെത്തേഡ് യൂസ് ചെയ്യാം. പിന്നെ എപ്പോഴും ഒരു ത്രെഡ് റണ്ണിങ് സ്റ്റേറ്റിൽ അത് റൺ എന്ന് പറഞ്ഞ മെത്തേഡിൽ എന്താണ് ഓവർ റൈഡ് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ ത്രെഡിനകത്തായാലും റണ്ണബിൾ ഇന്റർഫേസിനകത്തായാലും നമ്മൾ റൺ എന്ന് പറഞ്ഞൊരു മെത്തേഡിനെ ഓവർ റൈഡ് ചെയ്യും. അതിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എന്താ എഴുതി വെച്ചിരിക്കുന്നത് അതായിരിക്കും ഈ റണ്ണിങ് സ്റ്റേറ്റിനകത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വച്ചേക്കുക. ഓക്കെ, ഈ ഫിഗറും ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ഇതിനകത്തുള്ള സ്റ്റേറ്റ്സും ഓർത്ത് വെച്ചേക്കുക, പിന്നെ ഈ മെത്തേഡ്സും ഓർത്ത് വച്ചേക്കുക. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ത്രെഡ് ക്ലാസ് വച്ചിട്ട് നമ്മൾ ത്രെഡ് ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പുതിയൊരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഹിയർ വി ആർ ക്രിയേറ്റിംഗ് എ ത്രെഡ് ബൈ എക്സ്റ്റെൻഡിങ് ദി ത്രെഡ് ക്ലാസ്. ഫോർ ദാറ്റ് ഐ ഹാവ് ഡിഫൈൻഡ് പബ്ലിക് ക്ലാസ് ത്രെഡ് ടെസ്റ്റ് എക്സ്റ്റെൻസ് ത്രെഡ്. എന്നിട്ട് അതിനകത്ത് നമ്മൾ റൺ എന്നുള്ള മെത്തേഡ് ഓവർ റൈഡ് ചെയ്തിരിക്കണം. അപ്പോൾ അത് ഞാൻ ഓവർ റൈഡ് ചെയ്തു. എന്നിട്ട് അതിനകത്ത് ജസ്റ്റ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ ത്രെഡ് ഈസ് റണ്ണിങ് എന്ന് പറഞ്ഞാണ് ഞാൻ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി എഴുതിയത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം റൺ എന്ന് പറയുന്ന മെത്തേഡ് ഒന്ന് റിട്ടേൺ ചെയ്യത്തില്ല, അതിൻ്റെ ആക്സസ് സ്പെസിഫയർ പബ്ലിക് ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ കൊടുക്കണം. പബ്ലിക് വോയിഡ് റൺ, അകത്ത് എന്താണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത് അത് ഈ ബ്ലോക്കിനകത്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ത്രെഡ് ഈസ് റണ്ണിങ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ നമ്മൾ മെയിൻ എഴുതി. മെയിനകത്ത് ഈ ത്രെഡ് ടെസ്റ്റിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടറാണ് വിളിച്ചിരിക്കുന്നത് ന്യൂ ത്രെഡ് ടെസ്റ്റ്. എന്നിട്ട് ആ ഒരു ഒബ്ജക്റ്റിന് നമ്മൾ റെഫറൻസ് ടി ടിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ ടി ടി ഡോട്ട് സ്റ്റാർട്ടാണ് എന്ത് ചെയ്യേണ്ടത്, വിളിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ അത് ന്യൂ ബോൺ സ്റ്റേറ്റിലാണ്. പിന്നെ അതിനെ റണ്ണബിൾ അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് വിളിക്കണം. നിങ്ങൾ സ്റ്റാർട്ടിന് പകരം ടി ടി ഡോട്ട് റൺ എന്ന് പറഞ്ഞ് വിളിക്കരുത്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു സിമ്പിൾ മെത്തേഡ് കോളായി മാറും. ഇങ്ങനെ വിളിച്ചാൽ മാത്രമേ അത് ത്രെഡായിട്ട് ത്രെഡിൻ്റെ സ്റ്റാർട്ട് സ്റ്റേറ്റ് ആയിട്ട് ഒരു ത്രെഡിൻ്റെ രീതിയിൽ അത് റൺ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ ടി ടി ഡോട്ട് സ്റ്റാർട്ട് തന്നെ വിളിക്കണം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പുതിയൊരു ത്രെഡ് ടി ടി ഉണ്ട്. അതിന് പുറമെ JVM നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്ന മെയിൻ എന്ന് പറഞ്ഞൊരു ത്രെഡും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മെയിൽ നിന്നാണ്. അപ്പോൾ അത് എന്ന് പറയുന്നത് JVM തന്നെ ക്രിയേറ്റ് ചെയ്ത് തരുന്ന ഒരു ത്രെഡാണ്. അപ്പോൾ നമുക്ക് മെയിൻ ത്രെഡും ഉണ്ട്, ഇവിടെ TT എന്ന് പറയുന്ന ത്രെഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്ത് വച്ചേക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ജാവ സി ത്രെഡ് ടെസ്റ്റ് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. അപ്പോൾ അത് ഞാൻ കമ്പൈൽ ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ത്രെഡ് ഈസ് റണ്ണിങ് എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചു. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ ഇവിടെ ത്രെഡ് ടെസ്റ്റ് ടി ടി ഈക്വൽ ന്യൂ ത്രെഡ് ടെസ്റ്റ് കൊടുക്കുമ്പോഴാണ് പുതിയൊരു ത്രെഡിൻ്റെ ഒബ്ജക്റ്റ് ത്രെഡ് ടെസ്റ്റിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ അത് ന്യൂ ബോൺ സ്റ്റേറ്റിലായിരിക്കും. പിന്നെ അതിനെ റണ്ണബിൾ അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ ടി ടി ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോഴാണ് അത് സ്റ്റാർട്ടിലോട്ട് പോയി. സ്റ്റാർട്ട് എന്ന് പറയുന്ന ആ മെത്തേഡ് വിളിക്കുമ്പോഴാണ് അത് റണ്ണബിൾ അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റേറ്റിലോട്ട് പോകുന്നത്. റണ്ണബിൾ സ്റ്റേറ്റിലാണെങ്കിൽ അത് CPU ഫ്രീ ആവുന്നവരെ വെയിറ്റ് ചെയ്യും. CPU ഫ്രീ ആകുമ്പോൾ റണ്ണിങ് സ്റ്റേറ്റിലോട്ട് പോകും. റണ്ണിങ് സ്റ്റേറ്റിലോട്ട് പോയിട്ട് ഈ റണ്ണിനകത്ത് എന്താണോ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്താണ് ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ ഒരു ത്രെഡ് ക്ലാസ് ഉപയോഗിച്ച് ത്രെഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് റണ്ണബിൾ ഇന്റർഫേസ് വെച്ച് എങ്ങനെയാണ് ത്രെഡ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. അത് റണ്ണബിൾ എന്ന് പറഞ്ഞൊരു ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പബ്ലിക് ക്ലാസ് റണ്ണബിൾ ടെസ്റ്റ് ഇംപ്ലിമെന്റ്സ് റണ്ണബിൾ. നമ്മുടെ ക്ലാസിന്റെ പേര് റണ്ണബിൾ ടെസ്റ്റ് ആണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന റണ്ണബിൾ എന്ന് പറയുന്ന ഇന്റർഫേസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ റൺ എന്ന് പറയുന്ന മെത്തേഡിനെ ഓവർ റൈഡ് ചെയ്യണം. ഇതിന്റെ ആക്സസ് സ്പെസിഫയർ പബ്ലിക് ആയിരിക്കും, റിട്ടേൺ ടൈപ്പ് വോയിഡ് ആയിരിക്കും. അപ്പോൾ പബ്ലിക് വോയിഡ് റൺ എന്ന് പറഞ്ഞ് തന്നെ എഴുതണം. എന്നിട്ട് അതിനകത്ത് എന്താണോ ചെയ്യേണ്ട കാര്യം, ത്രെഡിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, റണ്ണിങ് സ്റ്റേറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്ക് ഇതിനകത്ത് എഴുതാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ത്രെഡ് ഈസ് റണ്ണിങ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ത്രെഡിനെ എക്സ്റ്റെൻഡ് ചെയ്ത ക്ലാസിന്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് ത്രെഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതുമായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് ജസ്റ്റ് ഒരു എക്സ്ട്രാ സ്റ്റേറ്റ്മെന്റും കൂടെ വരുമെന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ നമ്മൾ അവിടെ ചെയ്തതുപോലെ തന്നെ ഇവിടെ നമ്മൾ റണ്ണബിൾ ടെസ്റ്റ് എന്ന് പറയുന്നത് റണ്ണബിൾ ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ആ റണ്ണബിൾ ടെസ്റ്റിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തേ ഉള്ളൂ, അത് ത്രെഡ് ആയിട്ടില്ല. ഇനി ഈ റണ്ണബിളിനെ ഇംപ്ലിമെന്റ് ചെയ്ത ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ ത്രെഡ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ത്രെഡിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ത്രെഡിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ കൺസ്ട്രക്ടറിനകത്ത് നമ്മൾ ഈ ഒരു റണ്ണബിളിന്റെ ഇന്റർഫേസ് ഇംപ്ലിമെന്റ് ചെയ്ത ക്ലാസിന്റെ ഒബ്ജക്റ്റ് പാസ് ചെയ്ത് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ഇൻസ്റ്റൻസിലാണെങ്കിൽ റണ്ണബിൾ ടെസ്റ്റിന്റെ ഒബ്ജക്റ്റ് ആയിട്ടുള്ള RT നമ്മൾ എന്ത് ചെയ്യണം, ഈ ന്യൂ ത്രെഡിൽ പാസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അത് കറസ്പോണ്ടിങ് എന്താക്കി മാറ്റും, ത്രെഡ് ആക്കി മാറിയിട്ട് ആ റെഫറൻസ് T1 വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ RT വെച്ചിട്ട് റണ്ണബിൾ ടെസ്റ്റ് ആയിട്ടുള്ള RT വെച്ചിട്ടുള്ള ത്രെഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ റെഫറൻസ് ആണ് T1 വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റണ്ണിനകത്ത് ഈ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കിടക്കുന്നത്. ഓക്കെ, ആ ത്രെഡ് റൺ ചെയ്യുമ്പോൾ ഈ പർട്ടിക്കുലർ RT'ക്കകത്ത് റണ്ണിനകത്ത് എന്താ പറയുന്നത് അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. കാരണം അത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ RT ഇതിനകത്തോട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയായപ്പം ഇവിടെ ത്രെഡ് ക്രിയേറ്റ് ചെയ്തു. ഇതെന്ന് പറയുന്നത് ഇപ്പം ന്യൂബോൺ സ്റ്റേറ്റിലാണ്. എന്നിട്ട് നമ്മൾ T1.start വിളിക്കുമ്പോൾ അത് എന്ത് സ്റ്റേറ്റിലോട്ട് പോകും, റണ്ണബിൾ അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റേറ്റിലോട്ട് അത് പോകും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റണ്ണബിൾ ഇന്റർഫേസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു ത്രെഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. JavaC റണ്ണബിൾ ടെസ്റ്റ്.java, എറേഴ്സ് ഒന്നുമില്ല. അത് നമുക്ക് റൺ ചെയ്യാം. ജാവ റണ്ണബിൾ ടെസ്റ്റ്. അപ്പോൾ അതിൽ ജസ്റ്റ് ത്രെഡ് ഈസ് റണ്ണിങ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ആ ഒരു ആദ്യം നമ്മൾ റണ്ണബിൾ ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിനകത്ത് പബ്ലിക് വോയിഡ് റണ്ണ് നമ്മൾ ഡിഫൈൻ ചെയ്തു. എന്നിട്ട് ഈ ഒരു റണ്ണബിൾ ടെസ്റ്റ് RTയുടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഈ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ പുതിയൊരു ത്രെഡ് ക്രിയേറ്റ് ചെയ്തു. അതിനുവേണ്ടിയാണ് ത്രെഡ് T1 ഈക്വൽ ടു ന്യൂ ത്രെഡ് ഓഫ് RT എന്ന് പറഞ്ഞ് പാസ് ചെയ്ത് ഇവിടെ RT പാസ് ചെയ്ത് കൊടുക്കുമ്പം ഈ റണ്ണബിൾ ടെസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ത്രെഡ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ആ ത്രെഡ് ക്രിയേറ്റ് ചെയ്ത് അത് ന്യൂബോൺ സ്റ്റേറ്റിലായിരിക്കും. പിന്നെ ന്യൂബോൺ സ്റ്റേറ്റിൽ നിന്ന് റണ്ണബിൾ അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളിവിടെ എന്ത് ചെയ്തു, T1.start എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ നേരെ റണ്ണബിൾ സ്റ്റേറ്റിൽ പോയി കാണും, അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റേറ്റിൽ പോയി കാണും. ഓക്കെ, ഇനി റണ്ണിങ് സ്റ്റേറ്റിൽ എത്തുകയാണെങ്കിൽ അത് എന്താ ചെയ്യുന്നത്, ഈ റണ്ണിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് വന്നത്, ത്രെഡ് ഈസ് റണ്ണിങ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ മെയിൻ ത്രെഡിനെ പറ്റി നോക്കി. പിന്നെ അതല്ലാതെ നമ്മൾ എങ്ങനെ ത്രെഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി നോക്കി. അപ്പൊ നിങ്ങൾ ഇതിന്റെ പ്രോഗ്രാം ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, then thank you.